നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട ജോൺ കെ സാമുവൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അത്യധികമായ ആനന്ദത്തോടും കർത്താവിലുള്ള സ്നേഹത്തോടും കൂടെയാണ് നിങ്ങളുടെ മുമ്പാകെ ബലഹീനനായി ഞാൻ നിൽക്കുന്നത്. അഭിമന്യ തിരുമനസ് ഓർമ്മിപ്പിച്ചതുപോലെ ഇത്ര മനോഹരമായ ഒരു പ്രദേശത്ത് ദൈവികമായ വ്യാപാരങ്ങളില്ലാതെ വെറുതെ ഇട്ടാൽ അതിന് നമ്മൾ തന്നെ ഉത്തരവാദികളാകില്ലേ? എന്നാൽ എല്ലാത്തിനും ഒരു സമയവും കാലവും ഉള്ളതിനാൽ ആ സമയം വന്നിരിക്കുന്നതിൽ ദൈവത്തെ അളവ് നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കും. മാത്യുസിദിയൻ ബാവായുടെ ഒരു പ്രാർത്ഥനയും സാന്നിധ്യവും എപ്പോഴും ഈ അന്തരീക്ഷത്തോടു കൂടെയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ ദിവസം കർത്തൃസന്നിധിയിലായിരിക്കാനും കർത്താവിലേക്ക് നമ്മളെല്ലാവരെയും എത്തിക്കുവാനും വേണ്ടി, അല്ലെങ്കിൽ എത്തിച്ചേരുവാനും വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി വിശുദ്ധീകരിക്കുവാൻ മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ കർത്താവിന് അത്യന്താപേക്ഷിതമായ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ബാക്കി പറയൂ, നിങ്ങളും വിശുദ്ധരായിരിക്കണം. പക്ഷേ എന്തുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ അത്ര ശ്രദ്ധാലുക്കളല്ല. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും പൊതിഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിന് വിശുദ്ധിയോടത്ര താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് എപ്പോഴും ആകർഷിക്കപ്പെടുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാധനമാണ്. എത്ര വലിയ വിശുദ്ധനായാലും കൊള്ളാം, ഈ ശരീരം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം പാപത്തിൽ വീഴുവാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അത് എത്ര വലിയ വിശുദ്ധനുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും കർത്താവേ കരുണയുണ്ടായിരിക്കണമേ എന്ന് പറയുന്നു. ചില പുതിയ കൂട്ടായ്മയിലെ സഹോദരങ്ങളൊക്കെ എന്നെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ ഈ നെഗറ്റീവിസമാണല്ലോ. കരുണയുണ്ടായിരിക്കണമേ, ബലഹീനനാകുന്നു, പാപിയാകുന്നു, കുറവുള്ളവനാകുന്നു. അതൊന്നുമല്ല, അനുഗ്രഹിക്കുന്നവനായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് എന്നെ വഴി നടത്തുന്നവനായ ദൈവം കൂടെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളാരെയും കുറ്റം പറയണ്ട, അവർക്ക് ആ ആഴത്തിലേക്ക് ചെല്ലുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയലയും മത്തിയൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ ഇടയ്ക്ക് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കടലിലേക്ക് ഇറങ്ങുമ്പോൾ പലതരം മീനുകളുണ്ട്. നിങ്ങൾക്ക് അലയും മത്തിയും നെത്തോലിയും കുഞ്ഞുമീനും ഒക്കെ കഴിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അധികം ആഴത്തിലൊന്നും വല വീശേണ്ട കാര്യമില്ല. കുറച്ച് ദൂരെ പടകം അങ്ങോട്ട് നീക്കി ഒന്ന് വീശിയാൽ അത്യാവശ്യം ഭക്ഷിക്കുവാനുള്ള ഈ തരം മീനുകളെയൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ കുറച്ചും കൂടെ രുചിയുള്ള വിലയേറിയ മീനിനെ നിങ്ങൾക്ക് ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നെയ്മീൻ, ആവോലി എന്നൊക്കെ പറയുന്ന വില കൂടിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭക്ഷിക്കണമെങ്കിൽ അങ്ങനെ വീശിയാൽ പോരാ. കുറച്ചും കൂടെ ദൂരേക്ക് പോയി, മൈലുകൾ താണ്ടി കടലിലേക്ക് പോയി
കുറച്ചും കൂടെ ആഴത്തിലേക്ക് വല വീശണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ വല വീശിയാൽ പോരാ, പിന്നെയോ ആഴത്തിലേക്ക് വീശണം. അവിടെ പെരുത്ത് വേറെ വലിയ സാധനങ്ങളുണ്ട്. പൗരസ്ത്യ ദർശനം എന്ന് പറയുന്നത് അതിലും ആഴമാണ്. അങ്ങനെ ആഴത്തിൽ വീശുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അത്യാവശ്യം വില കൂടിയ മീനെയൊക്കെ കഴിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിലുള്ള ആനന്ദം എന്ന് പറയുന്നത് അടിത്തട്ടിൽ സ്വർണ്ണ മത്സ്യങ്ങളുണ്ട്. അത് ആനന്ദമാണ്. അത് ഭക്ഷിക്കുക പോലും വേണ്ട, അതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ആസ്വാദനമാണ്. ഞാൻ പലപ്പോഴും പറയും, ഒരുപാട് പ്രാർത്ഥിക്കുന്നതിനേക്കാളിൽ നിങ്ങൾ കുറച്ച് സമയം എല്ലാ ദിവസവും കണ്ടെത്തി കർത്താവിൻ്റെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ പറയാം, ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം, കർത്തൃസ്നേഹം ഒഴുകിയിറങ്ങുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതെങ്ങനെയാണ് വെറുതെ നോക്കിയിരിക്കുന്നത്? അതിന് നമ്മൾ അതിൻ്റേതായ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. വെറുതെ നോക്കിയിരിക്കുക, ഒന്നും പ്രാർത്ഥിക്കരുത്. മുഖത്ത് മാത്രം നോക്കിയിരുന്ന് ആത്മാവിലേക്ക് കർത്താവിൻ്റെ സർവ ആ ബോധ തലങ്ങളും, അതായത് ദ ഹോൾ ബീയിങ്നെസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലെറ്റ് ഇറ്റ് ബി ഇൻ യുവർ ഹാർട്ട്. അത് നിങ്ങൾ ഹൃദയത്തിലേക്ക് വരട്ടെ. അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും, കാണിച്ചു തരും. യു ക്യാൻ വിഷ്വലൈസ് ഇറ്റ് ഇൻ യുവർ ഇന്നർ ബീയിങ് വിത്ത് യുവർ ഇന്നർ ഐ. നിങ്ങളുടെ അകത്തെ കണ്ണുകൊണ്ട്, അകത്തെ ബോധതലം കൊണ്ട് ഉള്ളിൽ ദൈവസ്നേഹം കുമിഞ്ഞു കയറി വരും. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളും വ്യതകളും വ്യാധികളും നൊമ്പരങ്ങളും രോഗങ്ങളും എല്ലാം വളരെ നിസ്സാരമായിട്ട് തോന്നും. ഞാൻ ആരുടെ മടിയിലാണ് കിടക്കുന്നത്? ഞാൻ ആരെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്? അത്യുന്നതനായ ദൈവത്തെ അല്ലയോ? 18-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാമോ? ഞാൻ ചിലപ്പോൾ വേദോസം വായിക്കാൻ പറയും കേട്ടോ. തിരുമേനി നിങ്ങളോട് സൂചിപ്പിച്ചു വചനത്തിൻ്റെ ശ്രേഷ്ഠത. 18-ാം അധ്യായം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയായ കൊമ്പും എൻ്റെ രക്ഷയുടെ ഗോപുരവുമാകുന്നു. സ്തുതിനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി, അത് വേറൊരു വാക്യമാണ്. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പറയാം ആ വാക്യം എന്താണ്? സകലവും നിർവഹിക്കുന്ന ദൈവത്തെ. സകലവും, ഞാൻ ആ സകലവും എന്നുള്ളതിൻ്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആ ഒരു സാന്നിധ്യബോധം നമ്മളിലേക്ക് കൊണ്ടുവന്ന് ഓരോ ദിവസവും നമ്മൾ ഇന്നൊരു യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ യാത്രയിലാണ്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഗിയർ നിങ്ങളുടെ വാഹനങ്ങളിലൊന്നും ഇല്ലാത്ത മറ്റൊരു ഗിയറിലേക്ക്, ഒരു ഓട്ടോമാറ്റിക് ഗിയറിലേക്ക് മാറ്റുകയാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി. യേശുവിലായ ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ യെരുശലേം ദേവാലയത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ആ ഉത്സവത്തിൻ്റെ മഹാദിനം, ഏതുത്സവമായിരുന്നറിയാമോ? കൂടാരപ്പെരുന്നാൾ നടക്കുകയാണ്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരട്ടെ, എന്നിൽ വിശ്വസിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകിക്കൊണ്ട്. അത് ഓട്ടോമാറ്റിക് സ്പ്രിങ് ആണിത്. ഇത് പരിശുദ്ധ മാമോദീസായിൽ നമ്മുടെ ആത്മാവിൽ അതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത സാധനത്തെ നമ്മളിത് നവീകരിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനൊരു പോയിൻ്റുണ്ട്, ശ്രദ്ധിച്ചോളണം. നിങ്ങളെടുത്തോളൂ. ഞാൻ എപ്പോഴും വാക്യം പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ, റെഡിയായിരുന്നോണം. തീത്തോസ് 3:4. അതായത് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ നവീകരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലെല്ലാം
പരിശുദ്ധ മാമോദീസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇൻസ്റ്റാൾഡാണ്. അത് പുനർജനന സ്നാനമാണ്. ജ്ഞാനസ്നാനത്താൽ ഇത് ഇൻസ്റ്റാൾഡാണ്. പക്ഷേ നവീകരിക്കണ്ടേ. വാക്യം വായിക്കാമോ? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെടേണ്ടതിന് എന്തുകൊണ്ട്? പ്രത്യാശപ്രകാരം നിത്യജീവന് വേണ്ടി നിത്യജീവൻ അവകാശികളായി തീരുവാൻ പുനർജനന സ്നാനം കൊണ്ടും. പൗലോസ് പറയുകയാണ്, നിത്യജീവന് നമ്മൾ അവകാശികളായി തീരുവാൻ പുനർജനന സ്നാനം. അത് നമ്മളെല്ലാവരും ഏറ്റെടുത്തതാണ് അല്ലേ? പരിശുദ്ധ മാമോദീസായിൽ നമുക്കത് ലഭിച്ചിട്ടുണ്ട്. ആ സ്നാനത്താൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നു. സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സംശയമുണ്ടോ അതിന്? ഇല്ല. പിന്നെ ഈ പരിശുദ്ധാത്മാവിന് എന്താണ് പറ്റിയത്? അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ, ഉദാഹരണം വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് വിരോധമുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിരോധവും വൈരാഗ്യവും പൊന്തി വരിക. അകത്തിരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ഇതെന്താണ് കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ? അത് വരാൻ പാടില്ലല്ലോ. ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നതിന് പകരം എനിക്ക് വിരോധമുള്ള ആളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ശരീരത്തിൻ്റെ, പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ പ്രതിഫലനമായി എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈരാഗ്യം ഇങ്ങനെ വരികയാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ഈ ശരീരം കൊണ്ടുള്ള നമ്മുടെ അവസ്ഥ. നിങ്ങളിനി ഉച്ചയും കുത്തി നിന്നാലും ഈ അവസ്ഥ മാറില്ല. Unless or otherwise you take and receive the holy of Lord Jesus Christ in your beingness. ആ ശരീരത്തിനെ ഈ പ്രവണത മായ്ച്ചു കളയുവാനുള്ള ശക്തിയുള്ളൂ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത് പുനർജന്മ സ്നാനം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിക്ഷിപ്തമാണ്. പക്ഷേ ഇതെന്ത് സംഭവിക്കുന്നില്ല? അതിൻ്റെ ബാക്കിയാണ് പൗലോസ്ലീഹ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ ആക്കേണ്ടതിന് മാമോദീസ മുങ്ങിയാൽ മാത്രം പോരാ. നിങ്ങൾ അടിവരയിട്ട് പഠിച്ചോളൂ. നിത്യജീവൻ അവകാശമാക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും വിചാരം മാമോദീസ മുങ്ങി ഞാൻ ദൈവത്തിൻ്റെ മകനായി, പള്ളിയിലെ ട്രസ്റ്റിയായി, വികാരിയായി, പിന്നെ മെത്രാപ്പൊലീത്തയായി ഇങ്ങനെ ഇരുന്നാൽ നിത്യജീവൻ അവകാശമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെല്ലാം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ കൃത്യയോടെ നിർവഹിക്കണം. പക്ഷേ അങ്ങനെ നിർവഹിക്കുവാൻ അതിൻ്റെ ബാക്കിയിൽ പൗലോസ്ലീഹ വളരെ നിർബന്ധപൂർവം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു വന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ അതെങ്ങനെ സംഭവിക്കും? നവീകരണം. ദ റെജുനുവേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇതാണ് ഓരോ ദിവസവും നമ്മൾ ഏറ്റെടുക്കേണ്ട പെന്തിക്കോസ്തി. പെന്തിക്കോസ്തി ആണ്ടിലൊരിക്കൽ നടക്കുന്ന ഒരു സംഗതിയല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പെന്തിക്കോസ്തി ആണ്ടിലൊരിക്കൽ നടത്തുന്ന ശുശ്രൂഷ മാത്രമല്ല, അത് ആ പരിശുദ്ധ പാറക്കലീത്ത റൂഹായെ നമ്മൾ വിളിച്ച് നമ്മളെ നവീകരിക്കുകയാണ്. ഇൻസ്റ്റാളിങ് അല്ല അത്, കേട്ടോ. വന്ന ആത്മാവുണ്ട്, വരുന്ന ആത്മാവുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. അത് നമുക്ക് പതുക്കെ ഇതെല്ലാം നമുക്ക് പഠിക്കാം. ഇതൊരു പഠനവും കൂടെ ആയിരിക്കും, കേട്ടോ. കാരണം കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്യോന്യം പ്രബോധിപ്പിക്കണം, പഠിപ്പിക്കണം. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, അല്ലേ തിരുമേനി, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭൂരിഭാഗം സമയവും പഠിപ്പിക്കുകയായിരുന്നു. പ്രസംഗം കുറവാണ്. ആകപ്പാടെ ഗിരിപ്രഭാഷണവും പിന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ കുറേ ഉപദേശങ്ങളും മാറ്റി നിർത്തിയാൽ പഠിപ്പിക്കുകയാണ്. ഉപമകളാൽ അല്ലാതെ കിട്ടിയ ആളുകളെ ഇരുത്തി, അത് എത്ര കുറച്ചായാലും കൂടിയതായാലും. ശരിക്കുള്ള ആഴത്തിലേക്കുള്ള പഠിപ്പീരുകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ആൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ നമ്മൾ ഞെട്ടാതെ എണീക്കാൻ പറ്റില്ല.
കർത്താവിൻ്റെ കൂടെ അനേക ശിഷ്യന്മാർ കൂടി. ഈ 12 പേരെ കൂടാതെ അനേകർ കൂടി, ഒത്തിരി പേരുണ്ടായിരുന്നു. 72 അറിയിപ്പുകാർ, അതുകൂടാതെ വേറെ ശിഷ്യന്മാരൊക്കെ കൂടി. എല്ലാവരും ഇവൻ്റെ ഉപദേശത്തിലും ജ്ഞാനത്തിലും ഒക്കെ അതിശയിച്ച് കൂടി. അങ്ങനെ കൂടിയപ്പോൾ പതിയെ കർത്താവ് ഡോസ് ഒന്ന് കൂട്ടി. 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ മതി, ഇപ്പം അത് പറയാനുള്ള സമയമില്ല. എന്താണ് ഡോസ് കൂട്ടിയത്? കർത്താവ് പതുക്കെ കാര്യത്തിലേക്ക് വന്നു. എന്താണ് കാര്യം? അവൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഉണ്ടാകില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ ഒരൊറ്റ വാക്കാണ് ജീവൻ. ജീവൻ, സമൃദ്ധിയായ ജീവൻ. അതെല്ലാം എന്താണെന്ന് പതിയെ നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പലർക്കും ഇതങ്ങോട്ട് ദഹിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? ഒന്നാതെ യഹൂദന്മാർക്ക് രക്തത്തോടുകൂടി അവർക്ക് ഭക്ഷിക്കുവാൻ അനുവാദമില്ല. ആവർത്തന പുസ്തകത്തിൽ, നിയമത്തിൽ അതുണ്ട്. രക്തത്തോടുകൂടിയുള്ള യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. അങ്ങനെ ഇരിക്കുന്നവരോടാണ് ഒരു യഹൂദനായിരിക്കുന്ന കർത്താവ് എന്ന് പറയുവാണ്, ഞാൻ എൻ്റെ രക്തം തരാം, നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആകപ്പാടെ പ്രശ്നമായി. അവിടെ ആകെ വിഷയമായി. പതിയെ ഓരോരുത്തർ എണ്ണീച്ച് പോയി തുടങ്ങി. അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ഇത് കഠിന വാക്ക്. ഞങ്ങൾക്ക് ഇത് ദഹിക്കാൻ പറ്റത്തില്ല. നീ വലിയ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടു, ഇതുവരെ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് പറ്റില്ല. ഏതാണ് ശരിക്കുള്ള പോയിന്റ്? ഇതാണ്. കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നത്? ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ വേദോത്സവം മുഴുവൻ ക്രോഡീകരിച്ച് സംയുക്തമാക്കി ഒറ്റ വാചകത്തിൽ എഴുതിയാൽ, അല്ലെങ്കിൽ ഈ വേദോത്സവം മുഴുവൻ പോയിന്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലേക്കാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ഒത്തുചേർന്നിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ കാര്യം കർത്താവ് ഈ ജനത്തോട് പറയുമ്പോൾ ഇവർ പറയുകയാണ്, ഇത് കഠിനവാക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ എണ്ണീറ്റ് പോയി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടണം. നമുക്കൊന്ന് എടുക്കാം ആ ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എത്രാം വാക്യമാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാമോ? ഇത് കഠിനവാക്ക്. 6-ാം അധ്യായം 60-ാം വാക്യമാണ്. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കുവാൻ കഴിയും? ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു. യേശു എല്ലാം തന്നിൽ തന്നെ നേരത്തെ അറിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6:6. യേശു തമ്പുരാൻ്റെ ഒരു പ്രത്യേകത. 6:6. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ മുന്നമേ അറിഞ്ഞിരുന്നു. അതാണ് യേശു തമ്പുരാൻ. അപ്പോൾ ഇവിടെ അതുപോലെ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞ് ഇവരെല്ലാം കൂടി എണ്ണീച്ചു പോയപ്പോൾ നിങ്ങൾ 66-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയണം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 6-ാമത്തെ 66-ാം വാക്യം. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. ആളില്ല. അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആഴത്തിലോട്ടങ്ങോട്ട് ചെന്നപ്പോൾ ആളില്ല. കാരണം ആഴത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വെറുതെ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു സ്വർണ്ണ മത്സ്യത്തെ കാണുവാനായിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. വെറുതെ പോകാൻ പറ്റുമോ? അതിനുള്ള ട്രെയിനിങ് എടുക്കണം, എക്യുപ്മെൻറ്റ്സ് ഫിറ്റ് ചെയ്യണം, മുകളിൽ ആൾ നിങ്ങളെ നിയന്ത്രിക്കുവാനുണ്ടാകണം. നിങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം വീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാൾ നിങ്ങൾ പോയി വരുന്നത് വരെ, അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കുന്നത് വരെ നിങ്ങളെ നിയന്ത്രിക്കുവാൻ മുകളിൽ നിന്ന് ഒരാൾ വേണം. നിങ്ങൾ പോകാം, അത് ആസ്വദിക്കാം, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് തിരിച്ചു വരാം. അതിന് ട്രെയിനിങ് എടുക്കണം. ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ സ്വർണ്ണ മത്സ്യത്തിൻ്റെ കാര്യമാണ്. മത്തിയുടെയും അയലയുടെയും ഈവൻ നെയ്മീൻ്റെയും ആവോലിയുടെയും കഥ മാത്രമല്ല. താഴെ ചെല്ലണം, താഴേക്കിറങ്ങണം. അപ്പം അതിലേക്കുള്ളൊരു യാത്രയുടെ തുടക്കമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം അതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അധികം സമയമൊന്നുമില്ല. അടുത്ത ചൊവ്വാഴ്ച തൊട്ട് ഇങ്ങനെ ആയിരിക്കില്ല.
നമ്മൾ ഏകദേശം നമ്മുടെ ഗാന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം കൂടെ ഒരു കൃത്യമായ ടൈം ടേബിളിൽ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ന് അഭിയുന്ന തിരുമനസ്സുകൊണ്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രബോധിപ്പിച്ചു. അതിനോട് ചേർത്ത് ഒരു കാര്യം മാത്രം നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓരോ ദിവസവും ഓരോ പെന്തിക്കോസ്തിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കേണ്ടതാണ്. ഇങ്ങനെ നവീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ പടവുകൾ നമുക്ക് കയറുവാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ വാക്ക് എപ്പോഴും അടിവരയിട്ട് മനസ്സിൽ കുറിച്ചുകൊള്ളണം. ഞാൻ വിശുദ്ധനാകണം. വിശുദ്ധനാകണമെന്ന് കേൾക്കുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്കെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം എല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല അവസ്ഥയാണ്. വിശുദ്ധനാകുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് നമ്മുടെ മനസ്സിൽ കൂടി പെട്ടെന്ന് കടന്നു പോകുന്നത്? പരിമൽ തിരുമേനി വിശുദ്ധനാണ്, ദൈവമാതാവ് വിശുദ്ധിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവർ വിശുദ്ധരാണ്. ആ വിശുദ്ധി നമുക്കും വേണ്ടിയതാണ്. പക്ഷേ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്നത് എന്താണെന്നറിയാമോ? അതായത് പൊതുവെ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളിൽ ഉള്ള ഒരു വിശുദ്ധിയുടെ തലം മാത്രമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഉള്ളിൽ വിശുദ്ധരാകുക, അതായത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്, നോക്കരുത്, കാണരുത്, ഇങ്ങനെയൊക്കെയുള്ള ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധിയുടെ മണ്ഡലത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാണ്. പക്ഷേ പലരും ബോധവാന്മാരാകാത്ത ഒരു മണ്ഡലമുണ്ട്. അത് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലമാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? വിശുദ്ധി നമ്മൾ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ, പൊതുവേ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശുദ്ധിയെപ്പറ്റിയാണ് നമുക്ക് ധാരണ, അത്രേ വരുന്നുള്ളൂ. ആത്മാവിൻ്റെ ശുദ്ധീകരണം, മനസ്സിൻ്റെ ശുദ്ധീകരണം എന്നൊക്കെ വരുന്നുള്ളൂ. പക്ഷേ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ഇദംപ്രഥമമായിട്ട് വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലമാണ്. പറയാമോ? ഈ രണ്ട് കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമത്തെ നിങ്ങൾ പറയണം. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും, അല്ലെങ്കിൽ അതിന് പിതാക്കന്മാർ കുറച്ചും കൂടെ വളരെ മനോഹരമായ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് ബോധപൂർവം പറയാഞ്ഞതാണ്, കാരണം അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതെല്ലാം നമ്മൾ പഠിക്കും. ദേഹി എന്ന് പറയും, ദേഹി. പലരും, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് കൺഫ്യൂസ് ദ വേർഡ് സ്പിരിറ്റ് ആൻഡ് സോൾ ആസ് ദ സെയിം. ഇറ്റ് ഈസ് നോട്ട്. പാശ്ചാത്യ സഭകളിലൊക്കെ ആത്മാവിന് പകരം സോളെന്നാണ് എഴുതാറുള്ളത്. അതല്ല, നമ്മുടെ പിതാക്കന്മാർ അത് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആത്മ ശരീര ദേഹി, ആത്മാവും ദേഹിയും ശരീരവും. അതൊക്കെ പോകട്ടെ, അതൊക്കെ വിശദമായിട്ട് നമുക്ക് പതിയെ പതിയെ പഠിച്ചെടുക്കേണ്ടതാണ്. നിങ്ങളെ പൗരസ്ത്യ ദർശനത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങളെ വിശുദ്ധരാക്കും. അതേ ഉള്ളു ലക്ഷ്യം. വേറൊരു ലക്ഷ്യമില്ല, വേറൊരു ഉദ്ദേശവും ഇതിനില്ല. കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ഗണത്തെ, ഒരു സന്തതിയെ ശേഷിപ്പിക്കുവാൻ ഓബദ്യാവിൻ്റെ പുസ്തകത്തിലും യെരമ്യാവിൻ്റെ പുസ്തകത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ആ ശേഷിപ്പ് ഗണത്തിലേക്ക് നമ്മൾ പെടുവാനായിട്ടാണ്, നമ്മൾ എത്തിപ്പെടുവാനായിട്ടാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് കയറിയത്. എന്തായിരുന്നത്? വിശുദ്ധി. അതിൽ വിശുദ്ധിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മണ്ഡലമാണ് ശരീരത്തിൻ്റെ വിശുദ്ധി. എടുക്കാം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ വായിക്കണം കേട്ടോ. വചനം വായിച്ചാൽ, തിരുമേനി പറഞ്ഞല്ലോ, അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവവചനത്തിൻ്റെ ശക്തി. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ അവിടെ വരയിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വരയിട്ടാൽ മതി. നിങ്ങളുടെ ശരീരങ്ങളെ. ദൈവമക്കളെ, ഒരു കാര്യം തിരുമേനി സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇനിയും അടുത്തൊരു തലമുറ എന്ന് പറയുന്നത് ഈ AI-യുടെ അതിപ്രസരത്തിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒറ്റ മൊബൈൽ കൊണ്ട് തന്നെ നമ്മൾ എന്തുമാത്രം കർത്താവിൽ നകന്നു പോകുന്നു എന്നുള്ളത്. അത് മതി. പിശാച് ഒരു ശരീരത്തെ വീഴിക്കാൻ ഈ ഒരൊറ്റ സാധനം മതി. ദൈവകൃപ അതിശക്തമായി നമ്മളിൽ മേൽ വ്യാപരിച്ചില്ലെങ്കിൽ ഈ ശരീരമെല്ലാം അതിന് വഴിപ്പെട്ടു പോകും.
ഇന്ന് അനേക യുവാക്കളും യുവതികളും ഞാൻ താമസിക്കുന്നിടത്ത് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു. കഴുത്ത് മുറിച്ചേക്കാണ്. കഴുത്ത് മുറിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി അത് കെട്ടിക്കൊണ്ട് അവൻ്റെ അമ്മ അതിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വോക്കൽ കോഡ് കട്ടായി, മിണ്ടാൻ പറ്റുന്നില്ല. എന്തോ ഒരു സാഹചര്യത്തിൽ ഇവന് പറ്റിപ്പോയതാണ്. എന്താ കാര്യം എന്നറിയാമോ? പോണോഗ്രാഫിക്ക് അഡിക്റ്റാണ്. അഡിക്ഷൻ കാരണം ഇവൻ്റെ ഉള്ളിൽ ഇവന് രക്ഷപ്പെടാനും എന്തോ ഒരു വല്ലാത്തൊരു ഒരു ഒരു പേടിയുടെ അനുഭവത്തിലേക്ക് അവൻ എത്തിപ്പെട്ടു. ഇതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അത് ഈ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് യുവതികൾക്കാണ് കൂടുതൽ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ ഇടപെടലില്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഏത് ജഡിക ആസക്തികളെ പിശാച് പിടിക്കുന്നത് ശരീരത്തിലാണ്. എന്നാൽ ശരീരത്തിൽ കൂടിയേ കർത്താവിനും എൻട്രി ഉള്ളൂ. നമുക്കറിയാമോ, സമാഗമന കൂടാരത്തിന് എത്ര വാതിലുണ്ട്? സമാഗമന കൂടാരം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഇത് ഞാൻ ആദ്യം തൊട്ട് ഇനി പഠിപ്പിക്കും. അത് ഉൽപ്പത്തി തൊട്ട് അല്ല, തുടങ്ങും. ബൈബിൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കിടക്കല്ലേ ദിവസങ്ങൾ പഠിക്കണ്ടേ? വചനം പഠിക്കണം. നമ്മൾ വചനം പഠിക്കണം. അപ്പോൾ സമാഗമന കൂടാരത്തിന് ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ കൂടിയാണ് പ്രാകാരത്തിൽ നിന്നും ശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അതിശുദ്ധ സ്ഥലത്തേക്ക് എത്തുന്നത്. അതിശുദ്ധ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ആ വാതിൽ തുറക്കപ്പെടണം. ശരീരത്തിൻ്റെ വിശുദ്ധിയില്ലാതെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നവീകരിക്കപ്പെടില്ല. നിങ്ങൾ രാവിലെയും വൈകിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇതൊന്നും നടക്കാത്തത്? തടസ്സം വന്ന് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ശരീരത്ത് വന്ന് തടഞ്ഞു നിൽക്കുകയാണ്. മുഴുവൻ അശുദ്ധി. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളത്, ദൈവം തമ്പുരാന്, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ആ സത്യേക ദൈവത്തിന് അശുദ്ധിയുമായി ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസ് ഇല്ല. ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്ന ചിന്ത എന്താണ്? പറയൂ. ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന പെട്ടെന്നുള്ള ഒരാളെ പേര് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ആളെ പറ്റിയൊരു ഭാവന വരത്തില്ലേ എന്ന് പറയുന്ന പോലെ ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്താണ്? സ്നേഹമാകുന്നു, അല്ലേ? സത്യമാണോ? ശരിയാണ്, നിങ്ങൾ പറഞ്ഞു, വളരെ കറക്റ്റാണ്. ദൈവം സ്നേഹമാകുന്നു. പക്ഷേ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം വാക്യം ഒന്ന് വായിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടേണ്ടത്? അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു വന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെയാകുമ്പോൾ നോക്കണ്ട, ഇതാണ് വാക്യം. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ പകർന്നു വന്നിരിക്കുന്നു. ഞാൻ പറയാൻ വന്നത്, ദൈവം എന്ന് കേൾക്കുമ്പോൾ സ്നേഹമാണ്. പക്ഷേ അതിനേക്കാളിൽ കൂടുതൽ നമുക്ക് പെട്ടെന്ന് വരേണ്ട ചിന്ത സ്നേഹം എന്നല്ല, പിന്നെ എന്തായിരിക്കണം? പറയൂ. അതെ, അതങ്ങ് കുറച്ച് പറഞ്ഞു. പരിശുദ്ധനാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരാധനയിലെല്ലാം അതല്ലേ ഏറ്റു പറയുന്നത്. അല്ല, ദൈവമേ നീ സ്നേഹവാനാകുന്നു എന്ന് നമുക്കറിയാമെങ്കിലും ഏറ്റു പറയുന്നില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നില്ല. നമ്മൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സ്നേഹവാനായ ദൈവമേ. പക്ഷേ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വിശുദ്ധി സമം ദൈവം സമം യേശുക്രിസ്തു. അപ്പോൾ വിശുദ്ധനായ ഒരുവന് പ്രവേശിക്കാനുള്ള ഇടത്തേക്ക് ആദ്യ പ്രവേശനത്തിൻ്റെ വാതിൽ ബ്ലോക്ക് ചെയ്തിട്ടാൽ അവനെങ്ങനെ പ്രവേശിക്കും? അപ്പോൾ അവിടെ ആദ്യം കഴുകണം. അതുകൊണ്ട് കർത്താവ് സുവിശേഷ വേല ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ ആദ്യം പറഞ്ഞത് എന്താണ്? കർത്താവ് സുവിശേഷ വേല തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കൂ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോഴും കർത്താവ് സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോഴും 14-ാം വാക്യം വായിച്ചേ. 1-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ ആയ ശേഷം യേശു തമ്പുരാൻ ഗലീലയിൽ ചെന്ന്
ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ബലഹീനരായ ഞാനും കൂടെ ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ, ദൈവമക്കളെ, നമുക്കാദ്യം വേണ്ടത് മാനസാന്തരമാണ്. ഇതാദ്യം സംഭവിക്കണം. എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങോട്ട് വന്നതിനേക്കാളിൽ കുറച്ചും കൂടെ വിശുദ്ധി നിങ്ങൾക്കുണ്ടാവണം. പിശാച് നിങ്ങളെ തടസ്സപ്പെടുത്തുവാനുള്ള എല്ലാ ക്രമീകരണവും ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ ആളെ തകർക്കുവാൻ വേണ്ടി അതിനപ്പുറത്തെ തന്ത്രങ്ങൾ പിശാച് മെനഞ്ഞിട്ടിട്ടുണ്ടാവും. അവൻ മെനഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. 2 കൊരിന്ത്യരാണോ 1 കൊരിന്ത്യരാണോ? സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്ത 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുകയാണ്, അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുവാൻ പഠിക്കണം. നിങ്ങളോട് ദ്രോഹിക്കുന്നവരെ നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രാണൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടുമെന്നാണ്. ആ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് 10-ാം വാക്യത്തിൽ നോക്കി, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. ദൈവമക്കളെ, ഇതാണ് ആദ്യം ഉണ്ടാകേണ്ട ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ഓരോന്ന് പതിയെ നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ കയറാനായിട്ട് ഇന്ന് മുതൽ തുടങ്ങാം. അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇന്നത്തേതിനേക്കാളിൽ വിശുദ്ധി ആർജിച്ച് വരണം. അത് നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. അതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ മാത്രം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കും. അതായത്, നമുക്ക് വീട്ടിൽ യാമപ്രാർത്ഥനകൾ ഉണ്ടാവാം, നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരാവാം, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാവാം. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആ ദൈവസ്നേഹം വർദ്ധിച്ചു വരാത്തത്? ദൈവസ്നേഹം വർദ്ധിച്ചു വരണമെങ്കിൽ ഇന്ന് തിരുമേനി ഇപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ വചനത്തിൽ വേരൂന്നണം. അത് ഉള്ളിലേക്ക് എടുക്കണം. യെരമ്യാ 15:16, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനം എൻ്റെ ജീവിതത്തിന് ആനന്ദവും എൻ്റെ ഹൃദയത്തിന് ആശ്വാസമാകുന്നു. യാക്കോബ് 1:21, ആകയാൽ എല്ലാ ദുഷ്ടതയും സകല അഴുക്കും നീക്കി ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. നിങ്ങളുടെ വചനം ഉള്ളിൽ കയറണം, ഉള്ളിലോട്ട് കയറണം. ഞാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ പറയൂ ബാക്കി സംഗ്രഹിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ 119. യെശയ്യാവ് 34:14 വാക്യമുണ്ട്, ഞാൻ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിലൊന്നും ഇണ കിട്ടാതെ ഇരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് രാവും പകലും നിങ്ങൾ ഇത് ധ്യാനിക്കണം എന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. യോശുവ 1:8 വായിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീരാവും പകലും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതെടുത്ത് തുറന്നു വെച്ചുകൊണ്ടിരിക്കണമെന്നാണോ? ഇത് തുറന്നു വയ്ക്കണം. അതിന് സമയം കണ്ടെത്തി. ഞാൻ നിങ്ങളോട് വളരെ പ്രാക്ടിക്കലായിട്ട് പറയാം, ദിവസം മിനിമം ഒരു കുടുംബസ്ഥർ എന്നുള്ള നിലയിൽ ഇച്ചിരി ഇളവ് തന്നുകൊണ്ട് അരമണിക്കൂറെങ്കിലും മിനിമം ഇതിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യണം. കുടുംബസ്ഥർക്ക്, സന്യാസികൾക്ക് വേറെ, വിവാഹിതരാജന്മാർക്ക് വേറെ. കുടുംബസ്ഥർ മിനിമം രാവിലെയും വൈകിട്ടും. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംഭാഷിക്കുന്ന ഒരു വചനം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഹൃദയത്തിൽ അന്ന് നിങ്ങളുടെ കുഞ്ഞായിട്ട് കൊണ്ടു നടക്കണം. ഇണയേരുന്നതാണല്ലോ കുഞ്ഞുണ്ടാകുക. ഒരു വചനത്തിന് ഇണ കിട്ടാതിരിക്കില്ലെന്ന് യെശയ്യാവിൻ്റെ 34:16 പറയുന്നെങ്കിൽ ഇണവാക്യങ്ങൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ നമുക്കൊരു സന്ദേശം കിട്ടും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അല്ലാതെ പുസ്തകം ഇങ്ങോട്ട് തുറന്നു നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടേച്ച ഉടനെ അയ്യോ അതല്ല എനിക്കുള്ളതല്ലല്ലോ ഇതെന്ന് പറഞ്ഞിട്ട് വേറെ നോക്കുന്നൊന്നുമല്ല. ഇത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. അതിനെ ഞാൻ അവഗണിക്കുകയല്ല കേട്ടോ, അങ്ങനെയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
അത് ദൈവം അത് നമ്മളെ തോന്നിപ്പിക്കുന്നതല്ല. പക്ഷേ ഇതിൻ്റെ മുമ്പിലിരുന്നാൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് നേരിട്ട് കർത്തൃ സാന്നിധ്യത്തിൽ സംസാരിക്കണം. വിശ്വാസം വർദ്ധിക്കുവാൻ എങ്ങനെയാണ് ഇടയാവുന്നത്? അടയാളങ്ങൾ കണ്ട് വിശ്വാസം വർദ്ധിക്കും, അല്ലേ? എന്നാൽ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കേണ്ടത്? അവിശ്വാസിയെ അടയാളം കാണിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കാം. പക്ഷെ ഒരു വിശ്വാസിയെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് പറയാമോ? എങ്ങനെയാണ്? ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് അടയാളങ്ങൾ വേണമെന്നില്ല, അല്ലെ നിങ്ങൾക്കും വേണമെന്നില്ല. നമ്മളെല്ലാം മാമോദീസ മുങ്ങിയവരും കർത്താവിൻ്റെ വിശ്വാസത്തെ പഠിച്ചവരും അറിഞ്ഞവരുമാണ്. നിങ്ങൾക്കിനി അടയാളം വേണ്ട, പക്ഷെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. എങ്ങനെ? അതെങ്ങനെയെന്ന് ആത്മീയ വർധന എങ്ങനെ വരും? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വളരെ മനോഹരമായ വാക്യമാണ് റോമർ 10:17 അല്ലേ? എന്നാൽ അങ്ങനെ വരുമ്പോൾ അത് വളരെ അപ്റ്റായിട്ടുള്ളൊരു വാക്യമാണ്. എന്നാൽ അതിൽ കൂടി വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ കുർബാന ചെല്ലുമ്പോഴും നമ്മൾ വെറുതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുഖത്ത് നോക്കിയിരിക്കുമ്പോഴും കർത്തൃ സാന്നിധ്യം, ജീവനുള്ള സാന്നിധ്യം നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോഴെന്ത് ചെയ്യുമെന്നറിയാം? നമ്മൾ അവിടെ ഇരുന്നു പോകും. അതാണ് തിരുമേനി മുമ്പേ പറഞ്ഞൊരു വചനം അല്ലെങ്കിൽ ഒരു വാക്ക്, ആർത്തി. എന്തിനോട് ആർത്തി? വചനത്തോട് ആർത്തി. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇന്ന് ഇത്രയും സമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് കൃത്യമായൊരു പദ്ധതി ഇതിനായിട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് നിങ്ങളിത് മറക്കരുത്. ഇവിടെ വന്നിട്ട് വെറുതെ കേട്ടിട്ട് പോയിട്ട് പഴയ മനുഷ്യനാവാനാണെങ്കിൽ വരണ്ട. നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, വഞ്ചിച്ചവരുണ്ട്, ചതിച്ചവരുണ്ട്, നിന്ദിച്ചവരുണ്ട്, ദ്രോഹിച്ചവരുണ്ട്, ഭാരത്തിലിരിക്കുന്ന അവസ്ഥയുണ്ട്, രോഗത്തിലിരിക്കുന്ന അവസ്ഥയുണ്ട്. എല്ലാവരോടും ക്ഷമിപ്പാനുള്ള ഒരു മനസ്സ്, ഒരു കൃപ ഇവിടുന്ന് ഇന്ന് കിട്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് അങ്ങനെ ക്ഷമിക്കണം. ഒറ്റയടിക്ക് നടന്നില്ലെങ്കിൽ ആ കൃപ കർത്താവ് തരണം. അത് അല്ലാതെ കിട്ടത്തില്ല. നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കുകയില്ല. കാരണം യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. എൻ്റെ ശരീരത്തിന് ആ പ്രത്യേകത ഇല്ല, ആ കഴിവില്ല. അതുകൊണ്ട് ഞാൻ കർത്താവെ നിൻ്റെ ശരീരം ഭക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, വചനമായി നിന്നെ ഭക്ഷിച്ചിരിക്കുന്നു. അതിനാൽ നിൻ്റെ ശരീരത്തിൻ്റെ ക്വാളിറ്റി എനിക്ക് ലഭിക്കണം. അതിനുവേണ്ടി നമുക്ക് തലകളെ വണക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് അഭിമന്യ തിരുമനസ് നേതൃത്വം നൽകി നമുക്ക് സമർപ്പിക്കാം. സമ്പൂർണ്ണ സമർപ്പണം. ഫീൽ ദ പ്രസൻസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. Feel the presence of Holy Spirit and feel the holiness of the Holy Father. അത് ഫീൽ ചെയ്യും. നിങ്ങൾ ഇവിടെ ഉണ്ട്. പരിശുദ്ധ മാതാവ്, സഹോദരന്മാർ, മൗദ്യവാന്മാർ, പ്രത്യേകിച്ചും പരിശുദ്ധനായ ഗീവർഗീസ് സാന്നിധ്യം, മാത്യൂസ് ബാവായുടെ അല്ലെങ്കിൽ ബെസലിയോസ് ദിദിയം ബാവായുടെ സാന്നിധ്യം, എല്ലാവരുടെയും സാന്നിധ്യമൊക്കെ അറിഞ്ഞ് കർത്താവിനോട് ചേർന്നിരിക്കാം. ദൈവം നമ്മളെല്ലാവരും അതിനിപ്പോൾ യോഗ്യരാക്കി. നമുക്ക് തലകളെ വണക്കാം. ഉച്ചനമസ്കാരം, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയുടെ കൂടെയാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് സാധാരണയായി നമുക്ക് പരിചിതമായ വാചക പ്രാർത്ഥനയോ മറ്റേതെങ്കിലും ക്രമീകൃതമായ പ്രാർത്ഥനയോ അല്ല. അതിന് പകരം യേശുനാമ പ്രാർത്ഥന അല്ലെങ്കിൽ ജീസസ് പ്രെയർ അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് നമുക്ക് ചൊല്ലിത്തരും. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു പ്രാർത്ഥനയാണ്. കുറിയലായിസോൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം ആരംഭിക്കുന്നത് കുറിയലായിസോൻ ചൊല്ലിയാണ്. തിരുമേനി അത് ഉരുവിടുകയും നമ്മളത് വളരെ ശാന്തമായി ഉരുവിടുകയും ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ജീസസ് പ്രെയർ പ്രിൻ്റ് ചെയ്ത് ഷീറ്റ് നൽകിയിട്ടുണ്ട്. അത് പരിചയപ്പെടാൻ വേണ്ടി നൽകിയതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുമ്പോൾ അത് നോക്കേണ്ടെന്ന ആവശ്യകതയില്ല. നിങ്ങൾ കണ്ണടച്ച് യേശുക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഈ 2 പ്രാർത്ഥനകൾ മാത്രം ആവർത്തിച്ച് ചൊല്ലിയാൽ മതി. ആദ്യത്തേത് കുറിയലായിസോനാണ്. രണ്ടാമത്തോട്ടുള്ള പ്രാർത്ഥനകൾക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഈ 2 പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മൾ ചൊല്ലുന്നത്. ചൊല്ലുമ്പോൾ നിങ്ങൾ ശാന്തമായി കണ്ണടച്ച് ഇത് തന്നെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇതിൻ്റെ പൂർത്തീകരണത്തിൽ ഉച്ചനമസ്കാരത്തോടു കൂടി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കും. Kyrie
യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. 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 യേശുവേ ദാവീദ് പുത്ര,
പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര 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 പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവേ, എൻ്റെ ഹൃദയോളങ്ങളെ നീ
ശാന്തമാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ കർത്താവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ. എൻ്റെ ദൈവമേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ ദൈവമേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ. എൻ്റെ കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ ദൈവമേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ. എൻ്റെ കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, തിന്മയ്ക്ക് വിധേയമാവാതെ അവസാനത്തോളം സഹിച്ചു നിന്ന് നന്മയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, തിന്മയ്ക്ക് വിധേയമാവാതെ അവസാനത്തോളം സഹിച്ചു നിന്ന് നന്മയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, തിന്മയ്ക്ക് വിധേയമാവാതെ അവസാനത്തോളം സഹിച്ചു നിന്ന് നന്മയിൽ വളരുവാൻ പാപികളായി ഞങ്ങളോ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, തിന്മയ്ക്ക് വിധേയമാവാതെ അവസാനത്തോളം സഹിച്ചു നിന്ന് നന്മയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, തിന്മയ്ക്ക് വിധേയമാവാതെ അവസാനത്തോളം സഹിച്ചു നിന്ന് നന്മയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ കർത്താവേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര,
പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായ ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായ ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ജഡമോഹങ്ങളെ നിവർത്തിക്കാതെ വിശുദ്ധിയിൽ വളരുവാൻ പാപികളായ ഞങ്ങളെ യോഗ്യരാക്കണമേ. യേശുവേ ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. നമസ്കാരം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്റെ എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം നമ്മുടെ അപേക്ഷിച്ചു കൊള്ളണമേ. ബർഖുമോർ, കാരുണ്യവാനും ദയവാനും കൃപയുള്ളവനും ദീർഘക്ഷമയുള്ളവനും ഉത്തമനും ആർദ്രതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നവനുമായ മശിഹാ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദൈവനോട് ഞങ്ങളുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും മോചനം യാചിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പാപവേദനകളെ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മേൽ മരിച്ചു പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും കൂടി നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാകണമേ. എൻ്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്വത്തിൻ്റെ ധാരാളമായ കരുണകളാൽ കൃപയോടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലുമല്ലാതെ ഞങ്ങൾക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവായ യേശുമശിഹ, സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവത്വത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാവതല്ലാത്ത നിന്റെ ആർദ്ര കരുണകളാൽ ഞങ്ങളുടെ ജീവകാലമൊക്കെയും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അശുദ്ധ പിശാചുക്കളുടെ വഷളത്വത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളുടെ സർവ്വ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ബലഹീനതയിലേക്ക് നീ തിരിഞ്ഞു നോക്കണമേ. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് പിശാചുകൾ കണ്ട് ലജ്ജിപ്പിക്കുവാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്ക് മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കാരുണ്യത്തിൻ്റെ നല്ല അടയാളം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി
വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിന് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകും ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മനുഷ്യപൗരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകരക്ഷിതാവായ ദൈവപുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.